നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആസിഡ് റെയിനെ കുറിച്ചാണ്. എന്താണ് ആസിഡ് റെയിൻ? എല്ലാവരും കേട്ടിരിക്കും. എല്ലാ എക്സാമിനും മിക്കപ്പോഴും ചോദിക്കുന്നതാണ് കണ്ടന്റ് ഏതൊക്കെയാണ്. ആസിഡ് റെയിൻ ഈസ് എ precipitation, excessive acid content present in the atmosphere due to the anthropogenic activities. അതായത് ഇൻഡസ്ട്രിയിൽ നിന്ന് കോൾ ഫീൽഡിൽ നിന്ന് വരുന്ന എക്സസീവായിട്ടുള്ള ഗ്യാസിൻ്റെയും ഒക്കെ ഫലമായിട്ട് നമുക്കത് എന്തായിട്ട് അറ്റ്മോസ്ഫിയറിൽ നടക്കുന്ന റിയാക്ഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ് ആസിഡ് റെയിൻ. അപ്പം നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ പ്രൈമറി പൊല്യൂട്ടൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രിക് ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്. അതിൽ മേജറാണ് സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രിക് ഓക്സൈഡ്. പിന്നെ അപ്പാർട്ട് ഫ്രം കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ അറ്റ്മോസ്ഫിയർ പ്രൈമറി പൊല്യൂട്ടൻ്റ് ഈ ഓക്സൈഡ്സും അതുപോലെ തന്നെ ഹൈഡ്രോളിസിന് വിധേയമാകുമ്പോഴാണ് എന്തായിട്ട് മാറുന്നത്? അത് പിന്നെ സൾഫ്യൂരിക് ആസിഡായിട്ട് ആസിഡ് കൺവേർട്ട് ചെയ്യുന്നത്. അതായത് ഈ കോൾ ഫീൽഡിൽ നിന്നും അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിൽ നിന്നൊക്കെ റിലീസ് ചെയ്യുന്ന ഓക്സൈഡ്സുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് സൾഫർ ഡൈ ഓക്സൈഡ്സുമായിട്ട് ഓക്സൈഡ്സുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം സൾഫർ ട്രൈ ഓക്സൈഡ്സ് ഉണ്ടാകുന്നു. ആ സൾഫർ ട്രൈ ഓക്സൈഡ്സ് വാട്ടർ വേപ്പറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം അത് സൾഫ്യൂരിക് ആസിഡായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ആസിഡ്സ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഫോം ചെയ്യുന്നത്. ഇത് ആന്ത്രോപോജൻ മനുഷ്യൻ്റെ ഇതുപോലെ ഓട്ടോമൊബൈൽസും കോൾ ഫീൽഡിലൊക്കെയുള്ള ആക്ടിവിറ്റീസ് മൂലമാണ് ഇങ്ങനെ ഫോം ചെയ്യുന്നത്. അതിൽ മേജർ സോഴ്സ് ഓഫ് പൊല്യൂട്ടൻറ്റ്, ഈ ആസിഡ് റെയിൻ ഉണ്ടാകുന്ന മേജർ സോഴ്സ് ഓഫ് പൊല്യൂട്ടൻറ്റ് എന്ന് പറയുന്നത് 3 ടൈപ്പായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സൾഫർ പൊല്യൂട്ടൻറ്റ്, നൈട്രജൻ പൊല്യൂട്ടൻറ്റ്, ഹൈഡ്രോകാർബൺ പൊല്യൂട്ടൻറ്റ്. ഈ സൾഫർ പൊല്യൂട്ടൻറ്റ് വരുന്നതാണ് സൾഫർ ഡൈ ഓക്സൈഡും സൾഫ്യൂരിക് ആസിഡും. നൈട്രജൻ പൊല്യൂട്ടൻറ്റ് വരുന്നതാണ് നൈട്രസ് ഓക്സൈഡ്, നൈട്രിക് ആസിഡ്. നെക്സ്റ്റ് തേർഡ് വൺ ഇസ് ഹൈഡ്രോകാർബൺ. ഹൈഡ്രോകാർബൺ ഈസ് ഓൾസോ നോൺ ആസ് വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്. അതിൻ്റെ കോമൺ നെയിമാണ്. ഇപ്പം എക്സാമിന് ചോദിച്ചാൽ ഇത് രണ്ടും നമ്മൾ കോമൺ ആയിട്ട് മിക്ക എക്സാമ്പിൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആസിഡ് റെയിൻ എന്താണ് കാരണമാകുന്നത്? സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്. പക്ഷേ ഹൈഡ്രോകാർബൺ ചോദിക്കുകയാണെങ്കിൽ ചിലപ്പം ഹൈഡ്രോകാർബൺ നേരിട്ട് ചോദിക്കത്തില്ല, വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട് VOC ചോദിക്കും. അപ്പം ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. അപ്പം ഇതാണ് 3 മേജർ കോമ്പൗണ്ട്സ്. പിന്നെ അത് എന്തൊക്കെയാണ് നമുക്ക് ദോഷഫലം ഉണ്ടാക്കുന്നത്? അത് നമ്മുടെ അക്വാട്ടിക് ഹാബിറ്റാറ്റിനെ അഫക്റ്റ് ചെയ്യും, ലാൻഡിനെ അഫക്റ്റ് ചെയ്യും, എല്ലാവരും അഫക്റ്റ് ചെയ്യുന്നതാണ് ആസിഡ് റെയിൻ. നമ്മൾ റിവൈസ് ചെയ്യാം. ആസിഡ് റെയിൻ ഈസ് എ precipitation ആണ്, നോട്ട് ചെയ്തൊരു വെറും ഒരു റെയിൻ അല്ല. പിന്നെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ആസിഡിൻ്റെ കണ്ടന്റ് ഇൻക്രീസ് ചെയ്യുമ്പം ഡ്യൂ ടു ദി ആന്ത്രോപോജൻ ആക്ടിവിറ്റീസ്. പിന്നെ ഇതാണ് ഓക്സൈഡ്സ് ആൻഡ് ഹൈഡ്രോളിസിസ് ആൻഡ് ഓക്സൈഡ്സ്. ഈ പ്രൈമറി പൊല്യൂട്ടൻറ്റിന് ഓക്സൈഡ്സിൽ ഹൈഡ്രോളിസിസ് നടക്കുമ്പോഴാണ് അത് ആസിഡായിട്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കൺവേർട്ട് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇത് കൺവേർട്ട് ആവുന്നത് മെയിൻ സോഴ്സ് ഓഫ് പൊല്യൂട്ടൻ്റ് ഏതൊക്കെയാണെന്ന് ഓർത്ത് വയ്ക്കുക. ഏതൊക്കെ അഫക്റ്റ് ചെയ്യുന്നത് ഏതൊക്കെ കാണുക? അക്വാട്ടിക് ഹാബിറ്റാറ്റിന്, ലാൻഡ് ഹാബിറ്റാറ്റിന് എല്ലാം നമ്മുടെ അഫക്റ്റ് ചെയ്യും ആസിഡ് റെയിൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ.